നമസ്കാരം കൂട്ടരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാവാലം കൃഷ്ണപുരം ഷാപ്പിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഷാപ്പിൽ കയറുന്നതും ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇതിനടുത്തുള്ള കൃഷ്ണപുരം എന്ന സ്ഥലത്തിന് സമീപം നമ്മൾ വള്ളത്തിലൂടെ ഒരു യാത്രയും പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഷാപ്പിൻ്റെ വീഡിയോകളും അതിൻ്റെ പുറമേയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് ആദ്യം തന്നെ കാണാം. അപ്പോൾ ഈ ഷാപ്പിൽ എത്തേണ്ട വഴികളെന്ന് പറയുന്നത്, ഞാൻ വന്നത് തുരുത്തിയിൽ നിന്നാണ് വന്നത്. ചങ്ങനാശ്ശേരി തുരുത്തിയിൽ നിന്ന് വാലടി കയറി കൃഷ്ണപുരത്തെത്തി വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചങ്ങനാശ്ശേരി തന്നെ കുമരംകരി വാലടി കയറി വരാം, അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വരുന്നത് കിടങ്ങറ വാലടി കയറി വരാം. അങ്ങനെ 2-3 വഴികൾ ഇവിടെ ഉണ്ട്. അപ്പം കോട്ടയത്ത് നിന്ന് വരുന്നവർക്ക് ഔട്ട് പോസ്റ്റ് വഴി അതുപോലെ തന്നെ കാവാലം കയറി വരാം. അപ്പോൾ ഇത്തരം വഴികൾ നമുക്ക് ചുറ്റും വരാവുന്ന രീതിയിലുള്ള വഴികളാണെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ എടുത്ത് പറയത്തക്ക രീതി ഈ ഷാപ്പിൽ നിൽക്കുന്ന സ്ഥലത്തെ പറ്റിയാണ് പറയാനുള്ളത്. മനോഹരമായെന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ തെങ്ങിൻ്റെ മേളിൽ നിന്ന് ചെത്തി കള്ളിറക്കിക്കൊണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഷാപ്പിൻ്റെ ഇത് റോഡ് സൈഡിലുള്ള ഒരു ഷാപ്പാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഈ നെൽപ്പാടങ്ങളെല്ലാം നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം ഈ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആനന്ദം നൽകുന്ന ഒരു സംഭവമാണ്. അപ്പം പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ ആ കുട്ടനാടിൻ്റെ ആ മനോഹാരിതയെല്ലാം കൂടെ നമുക്ക് ആവോളം കാണാവുന്ന രീതിയിലാണ് ഈ സമയം. അപ്പം ഇത് കോഴിച്ചാൽ എന്ന് പറഞ്ഞൊരു ഷാപ്പാണ്. ഞാൻ പറഞ്ഞു കോഴിച്ചാൽ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം കോഴിച്ചാൽ ഷാപ്പ് എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഈ ഷാപ്പിൽ വരുന്നവർക്ക് കുട്ടനാടിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കാൻ വേണ്ടി ആ ഷാപ്പിന് സൈഡിൽ തന്നെ മേശയിട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് കുട്ടനാടിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാം, രുചിയേറിയ ഭക്ഷണങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് കള്ള് കുടിക്കുന്നവർക്കും ആഹാരം കഴിക്കുന്നവർക്കും വ്യത്യസ്തമായിട്ട് അവരുടെ സ്വകാര്യതയോടെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഷെഡുകളും വെച്ചിട്ടുണ്ട്. അപ്പം പുറത്തെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം പതിയെ അകത്തോട്ട് ഇവിടുത്തെ രുചിയേറിയ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ മേടിച്ചത് പാലപ്പവും കക്കയിറച്ചിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് അടുത്ത എങ്ങനെയാണെന്ന് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ മേടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ടേസ്റ്റാണ്.
ഈ കൊണ്ടുവന്നിച്ചിരിക്കുന്നത് ചേറുമീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല എരിവുണ്ട്. എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ കറികളെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് പതിയെ ഷാപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഷാപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഓർക്കും ഈ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യായിരിക്കും. ഇല്ല, നമുക്ക് അടുത്ത ഒരു കാഴ്ച കേട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കൃഷ്ണപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ നിരവധി സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള സിനിമകൾ ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഇതിനടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് KSRTC ബസ് കയറുകയും ചെയ്യാം. ഇവിടെ ഇടയ്ക്ക് ബസ് വന്ന് കിടക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ തീർച്ചയായിട്ടും നമ്മൾ കുട്ടനാട് വരുമ്പോൾ നമുക്ക് ഈ ഷാപ്പിൽ നമ്മൾ വന്നു, അതുപോലെ തന്നെ നമ്മൾ ഈ വള്ളത്തിൽ കയറി ഒരു യാത്ര ചെയ്തില്ലെങ്കിൽ പിന്നെ കുട്ടനാടിൻ്റെ സൗന്ദര്യം എന്ത് ആസ്വദിക്കാൻ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു യാത്രയും കൂടെ ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് അക്കരെ പോയി തിരിച്ചു വരുന്നതിന് 10 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം നമുക്ക് വള്ളത്തിലൂടെ നമുക്ക് ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ.
ഈ വള്ളത്തിൽ നിന്ന് കാണുന്ന ദൂരെ കാണുന്ന ആ ക്ഷേത്രം കൃഷ്ണപുരം ക്ഷേത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ വള്ളത്തിലൂടെയുള്ള ഈ യാത്ര. കാരണം നമ്മൾ അങ്ങനെ എപ്പോഴും ഒന്നും നമ്മൾ വള്ളത്തിൽ യാത്ര ചെയ്യുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഷാപ്പ് തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വന്നതുകൊണ്ട് അതും നമുക്കൊരു ഒരു കുട്ടനാടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോയതുപോലെ നമുക്ക് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ റൂട്ട് വരികയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വള്ളത്തിൽ കയറിയ ശേഷം ഷാപ്പിലോട്ട് പോവുക. തൊട്ടടുത്ത് തന്നെ ഷാപ്പും ഈ കടവുമായി ഒരു 200 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രുചിയേറിയ ഭക്ഷണവും കഴിക്കാം, മനോഹരമായൊരു വള്ളത്തിലുള്ള ഒരു യാത്രയും ആസ്വദിക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.